ഹായ് എല്ലാ പ്രിയ കൂട്ടുകാർക്കും അഡ്വാൻസായി ഈദ് മുബാറക് നേരുകയാണ്. ഇന്നത്തെ വീഡിയോ വാട്സപ്പിന്റെ പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. മാത്രമല്ല നമുക്കറിയാം വാട്സപ്പ് ഒരുപാട് ബാൻ ആവുന്നതിന്റെ പ്രധാന കാരണം മോഡേൺ വാട്സപ്പ് ആണ് എന്ന് പല കൂട്ടുകാരും പറയുന്നത് കേട്ടു. മാത്രമല്ല FM വാട്സപ്പ്, GB വാട്സപ്പ് ഇങ്ങനെയുള്ള വാട്സപ്പുകളൊക്കെ ഒരുപാട് ബാൻ ആവുന്നുണ്ട്. എന്നാൽ ഇതുവരെക്കും ബാൻ ആവാത്ത നല്ല സെക്യൂറായി ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു മോഡേൺ വേർഷനാണ് ഈ വാട്സപ്പ്. വാട്സപ്പ് തന്നെ പല ആളുകളും ബിൽഡപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് ഏറ്റവും സെക്യൂർ ആയിട്ടുള്ള വേർഷനാണ്. ഞാൻ എപ്പോഴും പലരോടും പറയുന്നത്, നിങ്ങൾ ടെലഗ്രാമിൽ പോയിട്ട് വാട്സപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാലോ അതിലൊന്നും നമ്മൾ ഉത്തരവാദികളല്ല. കാരണം അതൊക്കെ ഏത് സമയത്തും ബാൻ ചെയ്യപ്പെടാം. എന്നാൽ ബാനിനെ കൂടുതൽ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ബാൻ ആവാതെ ഇരിക്കുന്ന ഒരൊറ്റ വാട്സപ്പ് ഈ ഒരു വാട്സപ്പ് മാത്രമാണ്. അപ്പൊ ഈ വാട്സപ്പിന്റെ പ്രത്യേകത എണ്ണിയാൽ ഒടുങ്ങാത്ത ഒരുപാട് പ്രത്യേകതകളുണ്ട്. മാത്രമല്ല ഇപ്പൊ ഇന്ന് 9.71 എന്ന പുതിയ വേർഷനിലേക്ക് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയി തന്നെ അപ്ഡേറ്റ് ചെയ്യാം. അതൊക്കെ എങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോ. മാത്രമല്ല വാട്സപ്പിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് അറിയാത്ത കൂട്ടുകാർക്ക് ഒരു ചെറിയ വിവരണം കൂടി നൽകുന്നുണ്ട്. സമയം കളയുന്നില്ല, എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നുള്ളത് നോക്കാം. ഇതിനായി നിങ്ങളുടെ ഫോണിലെ ഗൂഗിൾ ഓപ്പൺ ചെയ്ത ശേഷം ഗൂഗിളിൽ ടെക് സെഡ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട്. നമുക്കിവിടെ കാണാം techzrate.com എന്നുള്ള വെബ്സൈറ്റ്. അവിടെ ക്ലിക്ക് ചെയ്യുക. വളരെ സിമ്പിളാണ്. ഗൂഗിളിൽ ടെക് സെഡ് എന്ന് അടിച്ചു കഴിയുമ്പോൾ തന്നെ താഴെ ഇതുപോലെ കാണിക്കും. അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ techzrate എന്നുള്ള കാണാൻ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഒരു വെബ്സൈറ്റിലേക്ക് പോകും. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയ സെർച്ച് ബാർ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ എന്ന് സെർച്ച് ചെയ്യുക. എന്ന് ടൈപ്പ് ചെയ്ത ശേഷം ഈ സെർച്ച് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ വാട്സപ്പിൻ്റെ ഇതിലേക്ക് വരാൻ സാധിക്കും. ഇവിടെ വാട്സപ്പ് എന്ന് കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡൗൺലോഡ് ചെയ്യേണ്ട 2 ലിങ്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലിങ്ക് 1 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഇതൊരു പരസ്യമാണ്. അപ്പോൾ ഇത് ക്ലോസ് എന്ന് കൊടുത്താൽ മതി. ഇവിടെ ഒരു 5 സെക്കൻഡ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റ് ഡൗൺലോഡ് ലിങ്ക് എന്ന് കാണാൻ സാധിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇവിടെ ഡൗൺലോഡ് എനിവേ എന്ന് ചോദിക്കുന്നുണ്ട്. ഡൗൺലോഡ് എനിവേ കൊടുക്കുക. ഇതുപോലെ വളരെ ഈസി ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. മാത്രമല്ല ലിങ്ക് 2 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇത് ഡൗൺലോഡ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഡൗൺലോഡ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഓപ്പൺ എന്നുള്ള ഭാഗം കൊടുത്തു, just 1 എന്നുള്ള ഭാഗം കൊടുത്തു. നമുക്കിവിടെ ഇതുപോലെ അപ്ഡേറ്റ് എന്ന് ചോദിക്കും. അപ്ഡേറ്റ് ചെയ്യുക. ഇതിപ്പോൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. വളരെ സിമ്പിളായി തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു വാട്സപ്പാണ്. ഞാൻ 5-6 വർഷമായിട്ട് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനാണ്. മാത്രമല്ല നിരവധി കൂട്ടുകാർ ഉപയോഗിക്കുന്നുണ്ട്. ഇതുവരെ യാതൊരുവിധ ഇഷ്യൂ ഇല്ല, സെക്യൂരിറ്റി ഇഷ്യൂ ഇല്ല, മാൾവെയർ ഇഷ്യൂ ഇല്ല, ഒന്നുമില്ല. ഓപ്പൺ എന്നുള്ള ഭാഗം കൊടുത്തു. വാട്സപ്പിൻ്റെ പുതിയ അപ്ഡേറ്റിൽ വന്ന മാറ്റങ്ങൾ ഇതുപോലെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് കണ്ട ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുതിയ പ്ലേ സ്റ്റോർ വെർഷനാണ്. ഒരുപാട് സംഭവങ്ങൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്കപ്പ്, റീസ്റ്റോർ, യൂണിവേഴ്സൽ ആൻഡ്രോയിഡ് ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ എനേബിൾ ആക്കിയിട്ടുണ്ട്. എഡിറ്റ്, മെസ്സേജ്, റിസീവ് ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇതിൽ എനേബിൾ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നമുക്കിവിടെ ഓക്കെ എന്നുള്ള ഭാഗം കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ വാട്സപ്പ് ഓപ്പൺ ആവും. ഈ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മോഡ്സ് എന്ന് കാണാൻ സാധിക്കും. അതിൻ്റെ താഴെ മെസ്സേജ് ഷെഡ്യൂൾ ചെയ്ത് വെക്കാനുള്ള ഓപ്ഷന്, ഓട്ടോ റീപ്ലോ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഈ മോഡ്സ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് നമുക്ക് പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്നുള്ള ഭാഗം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലാസ്റ്റ് സീന് ആരും അറിയണ്ട എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഫ്രീസ് എന്നുള്ളത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴാണോ നിങ്ങൾ ഫ്രീസ് ചെയ്തത് ആ സമയം മാത്രമേ പിന്നെ എപ്പോൾ നോക്കിയാലും കാണുകയുള്ളൂ. ഒരാൾക്കും നമ്മൾ ഓൺലൈൻ വന്നതായിട്ട് അറിയാൻ സാധിക്കില്ല. മാത്രമല്ല മറ്റുള്ളവർ ഡിലീറ്റ് ചെയ്ത മെസ്സേജ് നിങ്ങൾക്ക് ഡിലീറ്റ് ആവാതെ ലഭിക്കാൻ, അവർ ഡിലീറ്റ് എവരിവൺ കൊടുത്തത് നിങ്ങൾക്ക് ഡിലീറ്റ് ആവാതെ ലഭിക്കും. അതിന് ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ മതി. മാത്രമല്ല നമ്മളൊരു ഓൺലൈനിലുള്ള ഒരാൾക്കും അറിയില്ല മറ്റുള്ളവർ ഡിലീറ്റ് ചെയ്ത സ്റ്റാറ്റസ്. ഇങ്ങനെ ഒട്ടനവധി എണ്ണിയാൽ ഒടുങ്ങാത്ത ഫീച്ചറുകൾ ലഭ്യമായിട്ടുള്ള ഒരു വാട്സപ്പാണ് ഈ വാട്സപ്പ് എന്നുള്ളത്. മാത്രമല്ല ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് കൂട്ടുകാർക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. വാട്സപ്പിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷനാണ്.